റോഡിൽ പന്തൽ കെട്ടി ട്രാഫിക് തടസ്സമുണ്ടാക്കി കേന്ദ്ര നയത്തിനെതിരായ സമരം നടത്തിയ നേതാക്കന്മാർ ഇനി ഹൈക്കോടതിന് മുമ്പിൽ ഹാജരാകണം. ഈ സംഭവം 2025 ഫെബ്രുവരി മാസത്തിൽ ഫെബ്രുവരി 25 കേന്ദ്ര നയത്തോട് പ്രതിഷേധം രേഖപ്പെടുത്തി കണ്ണൂർ ടൗണിലെ CPM നേതാക്കന്മാർ പന്തൽ കെട്ടി ട്രാഫിക് തടസ്സം ചെയ്ത് പ്രതിഷേധം രേഖപ്പെടുത്തി. അതുപോലെ തിരുവനന്തപുരത്ത് CPI നേതാക്കന്മാരും തിരുവനന്തപുരം കോടതിയുടെ മുമ്പിലെ വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ മുമ്പിലെ റോഡ് പന്തൽ കെട്ടി അടച്ചു. അവിടെ മീറ്റിംഗ് നടത്തി. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പ്രതിഷേധം CPIയും CPMും നടത്തി. ഇത് കോട്ടലക്ഷ്യമാണ്. കാരണം റോഡിലെ ട്രാഫിക് തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ വേണം ബാനർ കെട്ടാനും കൊടിത്തോരണം കെട്ടാനും ഒക്കെ ഹൈക്കോടതി പല പ്രാവശ്യം റിമൈൻഡ് ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി ഓർഡേഴ്സ് ഇറക്കിയിട്ടുണ്ട്. ആ ഓർഡർ അനുസരിച്ച് പല ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ട്രാഫിക് വ്യൂ തടസ്സപ്പെടുത്തിക്കൊണ്ട് പോകുന്ന വാഹനങ്ങളെ, അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന റോഡിൻ്റെ സൈഡിൽ കിട്ടിയ പതാകകൾ, റോഡിൻ്റെ സൈഡിൽ കിട്ടിയ ബാനറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ പല സ്ഥലത്തും കേരളത്തിൽ റിമൂവ് ചെയ്ത് നമ്മൾ കണ്ടു. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളൊക്കെ അവരുടെ അനുവാദത്തോടെ മാത്രമേ ഇത് കെട്ടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അത് മുഴുവൻ റിമൂവ് ചെയ്തു. പക്ഷേ ഇതൊന്നും വകവെക്കാതെ കേന്ദ്ര നയത്തിനോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയത് റോഡ് അടച്ചു കെട്ടി കണ്ണൂർ ടൗണിൽ. പോലീസിൻ്റെ അനുവാദം വാങ്ങിച്ചോ ഇല്ലയോ എന്നറിയില്ല. അതുപോലെ തിരുവനന്തപുരത്തും റോഡ് അടച്ചു കെട്ടി. ഇത് ഒരു കോട്ടലക്ഷ്യം തന്നെയാണ്. കോടതിയുടെ 2-3 ഉത്തരവുകളുണ്ട്. ആ ഉത്തരവ് ധിക്കരിച്ചുകൊണ്ട് കോടതിയുടെ ഡിഗ്നിറ്റിക്കും അതോറിറ്റിക്കും ഇൻഡിപെൻഡൻസിനും എതിരായിട്ടുള്ള ഒരു നീക്കമാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തിയത്. ഇതൊരു സിവിൽ കണ്ടംപ്റ്റാണ്, സ്കാൻഡലൈസിങ് അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റിംഗ് ജസ്റ്റിസാണ്. നമ്മുടെ നിയമത്തെ അവർ ധിക്കരിക്കുക മാത്രമല്ല, നിയമത്തിനെ പുച്ഛത്തോടെ തള്ളുകയും കോടതിയെ അവഹേളിക്കുകയും കോടതിയുടെ ഉത്തരവുകൾ കാറ്റിപ്പറത്തിക്കൊണ്ട് അവരെ ട്രാഫിക് തടസ്സം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു സിവിൽ കണ്ടംപ്റ്റ് തന്നെ. അതിന് പ്രാരംഭമായി കേരള ഹൈക്കോടതി ഇപ്പം ആ സമരം നടത്തിയതും റോഡ് പന്തൽ കെട്ടി തടസ്സപ്പെടുത്തിയവരെയും ഹൈക്കോടതിയിലേക്ക് വിളിപ്പിച്ചു. കണ്ണൂർ ടൗണിലെ പന്തൽ കെട്ടി ട്രാഫിക് തടസ്സം സൃഷ്ടിച്ച EP ജയരാജൻ CPM, MV ജയരാജൻ CPM, P ജയരാജൻ CPM 3 പേരും ഹൈക്കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞു. KV സുമേഷ് MLAയും ഹാജരാകാൻ പറഞ്ഞു. ഇവർ 4 പേരും ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് ഹൈക്കോടതി മുമ്പാകെ ഹാജരായി. നേരിട്ട് അവരെ കേട്ടു. അതിനുശേഷം ആ കൂടെ കണ്ണൂർ SHO, കണ്ണൂർ സിറ്റി പോലീസ് മേധാവിയും അല്ലെങ്കിൽ കമ്മീഷണർ, അവിടുത്തെ SHO അവരിത് തടയേണ്ടതായിരുന്നു. അവരും കോട്ടലക്ഷ്യം കാണിച്ചു. അപ്പോൾ അവരെ സമൻ ചെയ്തു. ആ സമയത്ത് കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശാരദാ മുരളീധരനും മുൻ DGP ദർവേഷ് സാഹിബും ഹാജരാകാൻ നിർദ്ദേശം കൊടുത്തില്ല. അവർ ഹാജരാകണ്ട, പിന്നീട് ഹാജരാകാൻ മതി, അവരും കേസിലെ പ്രതികളാണ്. ഈ ചീഫ് സെക്രട്ടറിയും DGP നേരിട്ട് ഹാജരാകാൻ നിന്ന് ഒഴിവാക്കുകയായിരുന്നു ചെയ്തത്. ഇനി അവർ നേരിട്ട് ഹാജരാകേണ്ട, 3 ആഴ്ച കഴിയുമ്പോൾ ഇതിനെപ്പറ്റി എന്ത് സമാധാനം ബോധിപ്പിക്കാനുണ്ട് എന്ന് എഴുതി ഹാജരാക്കാൻ പറഞ്ഞിരിക്കുകയാണ് കോടതി. തിരുവനന്തപുരത്ത് CPIയുടെ അവിടുത്തെ നേതാക്കന്മാർക്കും സമാന രീതിയിലുള്ള നടപടികൾ കോടതി ആരംഭിച്ചിട്ടുണ്ട്. ഇതൊരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്, കോട്ടലക്ഷ്യമാണ്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് 1971 പ്രകാരം ഇവർ കുറ്റം ചെയ്തിരിക്കുന്നു. ഒരു വിൽഫിൽ ഡിസൊബീഡിയൻസ് ആണ്, മനഃപൂർവ്വം കോടതിയെ ധിക്കരിച്ച് അവഹേളിച്ചു എന്നുള്ളതാണ്. കോർട്ട് ഓർഡറിനെയാണ് അവരെല്ലാവരും ധിക്കരിച്ചിരിക്കുന്നത്. അവരനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് കോർട്ട് നിയമപരമായി ഒരു ഓർഡർ ഇട്ടതാണ്, ട്രാഫിക് തടസ്സം ഉണ്ടാക്കുന്നതാണ്, അത് അനുവദിക്കാൻ പാടില്ല. അത് നേതാക്കന്മാർക്കും അറിയാം, രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം, ഇന്ത്യൻ പൗരന്മാർക്കും എല്ലാവർക്കും അറിയാം. യഥേഷ്ടം മറ്റു വ്യക്തികൾക്ക്
കാറിലും നടന്നും പോകേണ്ട സ്ഥലങ്ങൾ അടച്ചുകെട്ടി മീറ്റിംഗ് ചെയ്യുന്നത് അത് ഇന്ത്യയിൽ അനുവദനീയമല്ല. കോടതിയുടെ ഓർഡർ ഇവർ ധിക്കരിച്ചു. അതിന് നടപടിയിലേക്ക് കോടതി കടന്നു. ഇവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാൻ തന്നെയാണ്. കോടതി അപ്രകാരം വിളിച്ചു വരുത്തി അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ അവരെ റിമാൻഡ് ചെയ്യണം. അവരെ റിമാൻഡ് ചെയ്ത ശേഷം അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യും. കോടതിയുടെ സൗകര്യം അനുസരിച്ച് റെക്കോർഡ് ചെയ്യാനും കിട്ടുള്ളൂ. കാരണം തിരക്കുള്ള കോടതികളാണ്. അപ്പം കോടതിയുടെ സമയം വിലയേറിയതാണ്. അതുകൊണ്ട് ഇവരെ റിമാൻഡിൽ വെച്ചിട്ട് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തിട്ട് അവരെ പുറത്ത് വിടും. ഇതൊരു ശിക്ഷയുടെ പ്രാരംഭമായ നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സിവിൽ കണ്ടംപ്റ്റ് തന്നെയാണിത്. കോടതിയുടെ ഡിഗ്നിറ്റിയും അതോറിറ്റിയും ഇൻഡിപെൻഡൻസിനെയൊക്കെ ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. കോടതിയുടെ വില കളയാനായിട്ടുള്ള ഒരു നടപടിയായിപ്പോയി. കോടതി ഉത്തരവിട്ടാൽ ഇന്ത്യയിലെ കോടതി, പ്രത്യേകിച്ച് ഹൈക്കോടതി, സുപ്രീം കോടതി ഒക്കെ ഇട്ട ഉത്തരവുകൾ രാജ്യത്തെ നിയമമായിട്ട് ആണ് പരിഗണിക്കുന്നത്. കേരള ഹൈക്കോടതിയിലെ ഒരു ഓർഡർ ഡിവിഷൻ ബെഞ്ചോ സിംഗിൾ ബെഞ്ചോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ മറ്റുള്ള എല്ലാ സ്റ്റേറ്റിനും അത് ബാധകമാണ്. അത് ഹൈക്കോടതികളെ, ഏത് സംസ്ഥാനത്തെ ഹൈക്കോടതിയാണെങ്കിലും ശരി, അത് അനുസരിക്കാൻ മറ്റുള്ള സ്റ്റേറ്റിലുള്ളവർക്ക് അത് ബാധകമാണ്. അതുപോലെ സുപ്രീം കോടതിയുടെ ഏത് ഉത്തരവുകളും അനുസരിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ ഉത്തരവാദിത്വമുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ട്, ഭരിക്കുന്നവർക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോർട്ട് ഓർഡറുകളാണ് ഇവർ ധിക്കരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കണം. അത് ഒരു ശിക്ഷ നടപടിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ മൊഴിക്ക് പകരം കോടതി ഒരു സൗജന്യം കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കോടതിയിലെ കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് ഹാജരാക്കാൻ പറഞ്ഞു കഴിഞ്ഞു. 3 ആഴ്ചയ്ക്കുള്ളിൽ അവർ 4 പേരും കൗണ്ടർ കൊടുക്കണം. രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ, അതുപോലെ പോലീസും ADG അവിടുത്തെ കമ്മീഷണറും SHOയും കൊടുക്കണം. മുൻ ചീഫ് സെക്രട്ടറിയും DGPയും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് കോടതിയുടെ അതോറിറ്റി ലോവർ ചെയ്യുന്ന, താഴ്ത്തിക്കെട്ടുന്ന ഒരു നടപടിയായിപ്പോയി. പേഴ്സണൽ പ്രോപ്പർട്ടി അറ്റാച്ച്മെൻറ്റ് ഇവരെ ശിക്ഷിക്കുകയാണെങ്കിൽ ഇവരുടെ വസ്തു അറ്റാച്ച് ചെയ്യാൻ കോടതിക്ക് അധികാരമുണ്ട്. 2 ഇല്ലെന്നുണ്ടെങ്കിൽ അവർ പണം കെട്ടിവെക്കേണ്ടി വരും. ഏതായാലും ഇവർക്കെതിരായിട്ടുള്ള ശിക്ഷ ഉറപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ കോടതി വിളിച്ചു വരുത്തില്ല. കോടതി വീണ്ടും പോസ്റ്റ് ചെയ്തിരിക്കുന്നു. കൗണ്ടർ അഫിഡവിറ്റ് അവർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു. അത് അവർ ചെയ്ത ആ കുറ്റത്തിന് ഒരു ശിക്ഷയിലേക്ക് കോടതി പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ കോടതിയുടെ നടപടിക്രമങ്ങളെല്ലാം. അതുകൊണ്ട് ഹൈക്കോടതിയിലെ ഈ രീതിയിലുള്ള പല ഓർഡറുകളുമുണ്ട്. ട്രാഫിക്കിന് തടസ്സം ചെയ്യുന്ന എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ നടന്ന വാഹനത്തിലും 2 വീലറിലും 3 വീലറിലും 4 വീലറിലൊക്കെ പോകുന്നതാണ്. ചരക്ക് ഗതാഗതം നടക്കുന്ന റോഡ് ഒരു കാരണവശാലും അത് തടസ്സം ചെയ്യാൻ പാടില്ല. രണ്ടാമത് റോഡിൻ്റെ സൈഡിൽ കിട്ടുന്ന ബാനറുകൾ, തുണികൾ, കൊടിതോരണങ്ങളൊക്കെ മുന്നോട്ടുള്ള അതിൻ്റെ ഗമനത്തിന് തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് കർശനമായി കോടതി നടപടിയെടുക്കുന്നത്. ധാരാളം ആക്സിഡൻറ്റ് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുമൂലം, ഈ കൊടിതോരണങ്ങൾ മൂലം റോഡിലെ കൊടികൾ നാട്ടുന്ന, വലിയ തൂണുകൾ നാട്ടുന്നതും, അടുപ്പിച്ചടുപ്പിച്ചിൽ പന്തൽ കിട്ടുന്നതും, അതുപോലെ തന്നെ കൊടിതോരണങ്ങൾ റോഡിൻ്റെ ഇരുവശത്തു നിന്നും മറ്റു വശത്തേക്ക് അങ്ങോട്ട് വലിച്ചു കിട്ടുന്നതും എല്ലാം കുറ്റകരമാണ്. ട്രാഫിക് തടസ്സം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് കർശനമായ ഒരു നടപടി കോടതി എടുത്തിരിക്കുന്നത്. അത് ധിക്കരിച്ചവർക്കെതിരായിട്ടുള്ള നടപടികൾ അതിശക്തമായിരിക്കും. അതിലുള്ള പ്രാരംഭ നടപടികളിലേക്ക് കോടതി പ്രവേശിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.